ന്യൂ ഇയർ ആയിട്ട് പുതിയൊരു ടൂത്ത് ബ്രഷിലാണ് എൻ്റെ തുടക്കം. ബാക്കി എല്ലാവരും പഴയതാണ് ട്ടാ, ഞാനും പഴയതാണല്ലോ. ബ്രഷ് എങ്കിൽ ബ്രഷ്, ആ ഒരു സന്തോഷത്തിൽ ഇത് പ്രകൃതിയൊക്കെ കണ്ട് ഞാൻ എൻ്റെ ന്യൂ ഇയർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണ്ട. രാവിലെ തന്നെ അച്ഛനെയും മക്കളെയും കുത്തിപ്പൊക്കിയിട്ടാണ് അമ്പലത്തിൽ പോകാനായിട്ട് ഇത് സമ്മതിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളുടെ റെഡി ആവൽ കുറേ സമയം എടുക്കണത് കൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ആ സമയം കൊണ്ട് 3 പേർക്കും കുളിച്ച് റെഡി ആവാനേ ഉള്ളൂ. പൊട്ടുകുത്തൽ തുടങ്ങി എൻ്റെ ക്രിയേറ്റിവിറ്റി അങ്ങോട്ട് ആരംഭിച്ച്. വലിയ സംഭവമൊന്നുമില്ല കേട്ടാ, ചെറിയൊരു രീതിയിൽ ഒരു ഡെക്കറേഷൻ അത്രേ ഉള്ളൂ. കൊച്ചുസിന് ഇന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് ധൃതി പിടിച്ചാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത്. കൃഷ്ണന് പിന്നെ കുറച്ച് പൂവ് നമ്മൾ എന്നും കൊണ്ട് കൊടുക്കണതാണല്ലോ. രാവിലെ തന്നെ തൃക്കുലശേഖരപുരം അമ്പലത്തിൻ്റെ വൈബ് ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. ഒരു പ്രത്യേക രസമാണ് ഈ അമ്പലം കാണാൻ വേണ്ടിയിട്ട്. വ്ളോഗിങ് ഇവിടെ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷേ നമ്മൾ പഠിച്ച പണി ചെയ്യണമല്ല. നമ്മളുടെ അന്നദാതാവായ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇട്ടാലല്ലേ നമുക്കൊരു സന്തോഷമുള്ളൂ. 1-ാം തീയതി ആയിട്ട് രാവിലെ തന്നെ ഊട്ടി പോലെ ഇരിക്കണമായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ ആ ഭാഗം. അപ്പോൾ അതേ നമ്മളുടെ പരിപാടി തുടങ്ങേണ്ടാ. അങ്ങനെ പുട്ട് വേഗം തന്നെ റെഡിയാക്കി വാഴയിലാക്കിയിട്ടാണ് അടുപ്പത്ത് വെച്ചത്. പെട്ടെന്ന് പരിപാടി കഴിയാനായിട്ട് ഈ ഒരു ടിപ്പ് എന്തായാലും പയറ്റി നോക്കണം കേട്ടോ. കൊച്ചിന് വാരി കൊടുത്താലേ രാവിലെ തന്നെ ഇറങ്ങുള്ളൂ. അമ്മൂമ്മ സിമിയുടെ വീട്ടിൽ പോയേക്കണോണ്ട് സ്കൂൾ ബസ് കയറ്റാനായിട്ട് ഞാൻ തന്നെയാണ് റെഡിയായി നിൽക്കുന്നത്. കൊച്ചൂസിൻ്റെ വക ഇൻസ്റ്റാഗ്രാമിൽ ഇടാനായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി കാണാട്ടെ. ബസ് കാത്ത് നിൽക്കുമ്പോൾ കൊച്ചൂസിന് ഇതേപോലെ കുറേ സ്ഥിരം കൂട്ടുകാരുണ്ട്. അതിലൊരാളാണ് ഈ അപ്പൂപ്പൻ. അപ്പോൾ അപ്പൂപ്പന് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ കൊടുത്ത് അവൻ ക്ലാസ്സിൽ 1-ാം തീയതി ആയിട്ട് വാഴനെ ആക്രമിച്ച് കായം വാഴപ്പിണ്ടിയൊക്കെ കറി വെക്കാൻ പോവുകയാണ്. ഞാൻ ഇതേപോലെ ഊഞ്ഞാലിലിടണ പോലെ എൻ്റെ വാഴക്കോലയൊക്കെ ഇടല്. വാഴപ്പിണ്ടി വയറിന് നല്ലൊരു സാധനമുള്ള. അപ്പോൾ 1-ാം തീയതി ആയിട്ട് നോൺ വെജ് ഒന്നും വേണ്ടാന്നും പറഞ്ഞിട്ടാണ് വാഴപ്പിണ്ടി റെഡിയാക്കണത്. പണിയൊക്കെ കഴിഞ്ഞപ്പോൾ കയ്യിൽ ഇതേ നിറച്ച് കറിയുക. അപ്പോൾ ഒരു ചെറുനാരങ്ങയൊക്കെ ഇട്ട് ഉരച്ച് ഞാൻ കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഭംഗിയാക്കണുണ്ട് കേട്ടോ. ഇനി ഇതിൽ നെയിൽ പോളിഷൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. പഴയ ഒരു നെയിൽ പോളിഷ് ഇട്ടൊന്ന് റെഡിയാക്കിയാണ്. നെയിൽ പോളിഷ് നിരത്തി വെച്ച് ഏതിടുമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അവസാനമാണ് ഈ ഒരു കളറിലേക്ക് എത്തിപ്പെട്ടത്. പക്ഷെ അതും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ കൈ ഒരു ഭംഗിക്കൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടൊന്ന് മാത്രം. ഇന്നലെ ന്യൂ ഇയർ ആയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നും ഉണ്ടായില്ല. എന്നാലും കേക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നലത്തെ ന്യൂ ഇയർ കേക്കിൻ്റെ ബാലൻസ് ഇരിക്കുന്നത് ഞാൻ കഴിക്കണേണ്ട് ഈ കാണുന്നത്. പിള്ളേരൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാൽ അച്ചുവിന് കുറച്ചും കൂടി വേണമെന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോൻ്റെ ഫ്രണ്ടിലിരുന്ന് കഴിക്കുന്നതുകൊണ്ട് അവൻ വരില്ല. അത് അപ്പുറത്തുനിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. അങ്ങനെ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കേക്ക് ഞാൻ കഴിച്ചു. ചെറുപയർ ഞാൻ ഇതേപോലെ സാധാരണയായിട്ട് മുളപ്പിക്കാനിടാറുണ്ട്. പിന്നെ മാസത്തിൽ വല്ലപ്പോഴും ഒക്കെ ഇതേപോലെ മിക്ക ധാന്യങ്ങളും ഒരുമിച്ചിട്ടിട്ട് ഒരു ചെറിയ മുളപ്പിക്കൽ അങ്ങോട്ട് മുളപ്പിക്കും. കുറച്ചും കൂടി പ്രോട്ടീനും കാര്യങ്ങളൊക്കെ റെഡി ആവാൻ വേണ്ടി. അറിയാതെ പരിപ്പ് ഇട്ടാണ്. പിന്നെയാണ് ആലോചിച്ച പരിപ്പ് മുളക്കില്ല. കുറച്ച് ഉലുവയും കൂടി ഇരിക്കട്ടെ കേട്ടോ, ഒരു പ്രത്യേക രസം ഉണ്ടാവും. അങ്ങനെ ഉച്ചയ്ക്ക് ഇതേ ഊണ് കഴിക്കേണ്ട പിണ്ടിക്കറിയുടെ കൂടെ ഇതേപോലെ ഇത്തിരി കട്ടത്തേരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുള്ളൂ. പിന്നെ ഇന്നലത്തെ ഇത്തിരിക്കോളം ചിക്കൻ പീസൊക്കെ ഉണ്ടായിരുന്നു. ഊണ് കഴിച്ചൊന്ന് വിശ്രമിക്കാമെന്ന് വെച്ചപ്പോഴാണ് അതേ ആ മിറ്റം കണ്ടുകൂടി വിശ്രമമൊക്കെ വേണ്ടാന്ന് വെച്ചു. പിന്നെ നമ്മുടെ ടൂൾ എടുത്തില്ലേ, എന്താണ് സംഭവം എന്നറിയാമോ? ഇത് നമ്മുടെ കവുങ്ങിൻ്റെ പട്ടയാണ് ഇട്ടത്. ഇത് വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് മിറ്റം തൂക്കാൻ പറ്റും. പണ്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതായത് നമ്മുടെ കല്ലൂന് വിശ്രമമുണ്ട്. അങ്ങനെ ചവറൊക്കെ വാരി കത്തിച്ചതിന് ശേഷം മിറ്റം കണ്ടപ്പോഴാണ് ഒരു സന്തോഷം തോന്നിയത്. പിന്നെ ഇതേ നമ്മളുടെ ക്രിയേറ്റിവിറ്റി പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യണം. ഇതിൻ്റെയൊക്കെ വീഡിയോ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. ഇതെനിക്ക് നീന തന്ന ഒരു സാരിയാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാനിതൊരു ചുരിദാറായിട്ട് കൺവേർട്ട് ചെയ്ത് അടുത്തന്നെ ഇടാം കേട്ടോ. തടിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോതമ്പിൻ്റെ ഫ്ലേക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേ മറ്റുള്ളവർക്കും ഈ സാധനം തന്നെ മതി. എനിക്കിത് കഴിക്കാൻ കിട്ടില്ല, ഇവരാണിത് കഴിക്കും. ജ്യൂസിന് കൊടുക്കുന്നതുകൊണ്ട് ഞാനിതിനകത്ത് കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ കട്ടൻ ചായ എടുത്തിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ തടി കുറഞ്ഞില്ലെങ്കിലും മക്കളുടെ തടി നന്നായിട്ട് കുറയട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ മൊത്തം തെറ്റിക്കിടക്കുകയാണ്. പാല് ബാലൻസ് വന്നത് കളയാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് അമ്മമാരുടെ തടി വെക്കണത്. ഇതൊന്നും കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ തന്നെ കഴിക്കും. വൈകുന്നേരം തൊട്ടാണ് ഞാൻ അലക്കിൻ്റെ പരിപാടിയൊക്കെ നടത്തുന്നത്. എൻ്റെ വിലപ്പെട്ട സമയം ഞാൻ വെറുതെ കുറേ നാൾ അലക്കി കളഞ്ഞതാണ്. അപ്പോൾ ഇപ്പം ഞാൻ വൈകുന്നേരം മാത്രമാണ് അലക്കൽ. അതിനുശേഷം ഗാർഡനിങ്ങിന് ഇറങ്ങി. പുതിയ ചെടികളൊന്നും വെക്കില്ല എന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഇടക്കിടയ്ക്ക് ഇതേപോലെ മുളച്ച് പൂവുണ്ടായി നിൽക്കും. ഇനി ഇതേ നാളത്തേക്കുള്ള ദോശമാവൊക്കെ റെഡിയാക്കേണ്ട. അതിൻ്റെ ഇടയിൽ പറമ്പിലൊന്ന് ഇത്തിരി തീ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതേ ആളിപ്പടർന്ന് വേറെ പ്രോബ്ലം ഒന്നും ആവണേക്ക് മുന്നേ ഞാൻ ചെന്ന് തീയൊക്കെ കെടുത്തിയിട്ടുണ്ട്. ഇനി വൈകുന്നേരം കുളിച്ച് വിളക്ക് വെക്കണവരെയും നിങ്ങളെ വീഡിയോ കാണിക്കാൻ നിവൃത്തിയുള്ളൂ. കാരണം എനിക്ക് 7 മണിക്ക് വീഡിയോ ഇടണ്ടേ. അതൊക്കെ കഴിഞ്ഞിട്ട് കൊച്ചൂസ് ഹോംവർക്ക് ചെയ്യാനിരിക്കുമ്പോൾ ഞാൻ കുറച്ച് യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് സാധാരണ. ഇന്നും അതേപോലെ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ന്യൂ ഇയർ വ്ളോഗ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട? നിങ്ങളുടെയൊക്കെ ന്യൂ ഇയർ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതേപോലെ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മാൻ ബൈ ഷാലിമ.